റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു തുടങ്ങി. പ്രചാരണത്തിന് 2 ആഴ്ച മാത്രമാണ് ലഭിക്കുക എന്നത് വെല്ലുവിളിയാണ്. എന്നാൽ പരമാവധി ദേശീയ നേതാക്കളെ തന്നെ രാഹുലിനായി കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അമേഠിയുടെ നഷ്ടം റായ്ബറേലിയുടെ നേട്ടമായതോടെ മണ്ഡലത്തിലെ അണികളും പ്രവർത്തകരും വൻ ആവേശത്തിലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലൂടെ തന്നെ മണ്ഡലത്തിൽ രാഹുൽ വരവറിയിച്ചു കഴിഞ്ഞു. 20-ന് വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ പ്രചരണത്തിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഈ സാഹചര്യം മനസ്സിലാക്കി മണ്ഡലത്തെ ഇളക്കിമറിച്ചുള്ള പ്രചരണത്തിനാണ് കോൺഗ്രസിന്റെ അണിയറ നീക്കങ്ങൾ. 2 ആഴ്ചക്കാലം മുഴുവൻ രാഹുൽ ഗാന്ധി മാത്രം മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത് പ്രായോഗികമല്ല. ഇത് 3, 4, 5 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കും. അതുകൊണ്ടുതന്നെ രാഹുലിന്റെ അഭാവത്തിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ കൂടി മണ്ഡലത്തിൽ സജീവമായി പ്രചരണത്തിനിറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. 2019-ൽ അമേഠിയിൽ SP വോട്ടുകൾ മുഴുവൻ രാഹുലിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇക്കുറി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രാഹുലിനായി വോട്ടഭ്യർത്ഥിക്കാൻ മണ്ഡലത്തിൽ എത്താനുള്ള സാധ്യതയും കോൺഗ്രസ് തള്ളുന്നില്ല. രാഹുൽ അമേഠിയെ ഉപേക്ഷിച്ചുവെന്ന പ്രചരണം മറികടക്കാൻ അമേഠിയിലെ സ്ഥാനാർത്ഥി കിഷോറിലാൽ ശർമ്മയുടെ പ്രചരണ പരിപാടികളിലും രാഹുലിന്റെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. രാഹുൽ വന്നതോടെ പ്രചരണ തന്ത്രത്തിൽ മാറ്റം വരുത്താൻ BJPയും നിശ്ചയിച്ചു കഴിഞ്ഞു. 2019-ൽ സോണിയയുടെ ഭൂരിപക്ഷം നേർപകുതിയാക്കിയ ദിനേശ് പ്രതാപ് സിംഗിനായി കഴിഞ്ഞ തവണത്തേക്കാൾ ഊർജിതമായ പ്രചരണമാണ് BJP ആസൂത്രണം ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ റായ്ബറേലിയിൽ എത്തിക്കണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ ആഗ്രഹം. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര നേതാക്കളുടെ പ്രത്യേക ശ്രദ്ധ തന്നെ BJP ഉറപ്പാക്കുകയും ചെയ്യും. റിപ്പോർട്ടർ, ദില്ലി.